ദുൽഹിജ്ജ 9 സുബ്ഹ് മുതൽ 4-ാം പെരുന്നാൾ അസ്ർ വരെ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും സലാം വീട്ടിയ ഉടനെ മറ്റു ദിക്റുകളെല്ലാം ചൊല്ലുന്നതിന് മുമ്പ് തന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഈ തക്ബീർ പെരുന്നാളിന് തക്ബീർ ചൊല്ലുന്നത് പോലെ തന്നെയാണ് ചൊല്ലേണ്ടത്. ഏത് നിസ്കാരമാണെങ്കിലും ഫർളായാലും സുന്നത്തായാലും ഈ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ ദുൽഹിജ്ജ 9-ന് സൂര്യൻ അസ്തമിച്ച ആ സമയം മുതൽ പിറ്റേ ദിവസം പെരുന്നാളിന് നിസ്കാരം തുടങ്ങുന്നത് വരെ, സ്ത്രീകളാണെങ്കിൽ അവർ വീട്ടിൽ എപ്പോഴാണോ പെരുന്നാൾ നിസ്കരിക്കുന്നത് ആ നിസ്കാരം വരെ തക്ബീർ കൊണ്ട് മുഖരിതമാക്കൽ സുന്നത്താണ്. നിരന്തര തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇത് നിസ്കരിക്കാൻ പാടില്ലാത്ത സഹോദരിമാർക്ക് വരെ പെരുന്നാൾ കുളി സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബലി പെരുന്നാൾ സുന്നത്തു കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് ആ കുളി നിർവഹിക്കേണ്ടത്. അതുപോലെ പെരുന്നാൾ നിസ്കാരം, പുതിയ വസ്ത്രം ധരിക്കൽ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ, പരസ്പരം സ്നേഹം പങ്കിടൽ, കുടുംബബന്ധം പുലർത്തൽ, ഇതെല്ലാം പെരുന്നാളിൻ്റെ സുന്നത്തു കൂടി മനസ്സിൽ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ മഹത്വം ലഭിക്കുന്നു. പെരുന്നാൾ രാവ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 5 രാവുകളിൽ ഒന്നാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാവിൽ മറ്റു പല കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട തക്ബീറിൻ്റെ സുന്നത്തും ദുആ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുത്. ഖൈറായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു തരുമാറാവട്ടെ.